മുറിച്ചു. സ്തോത്രം. ഇത് നിന്നെ തകർക്കാനല്ല, ദിവ്യദർശനം തരാൻ. ഈ രോഗം നിന്നെ കൊല്ലാനല്ല, ദൈവമഹത്വം വെളിപ്പെടാൻ. ഈ പ്രശ്നം നീ നശിച്ചു പോകാനല്ല, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാനാണ് ദിവ്യദർശനം കൊടുത്തത്. ഈ ദിവ്യദർശനമൊക്കെ കാണാൻ ചിലപ്പോൾ വേദനയും ശോധനയൊക്കെ ഉണ്ടാകും. ചുമ്മാ ദർശനം കിട്ടില്ല. സുഖലോലും കൊണ്ട് ഇവിടെ ദിവ്യദർശനം കാണുന്നത്. പത്മോസിൽ കിടക്കുന്ന അവസ്ഥ നോക്കാം. ഒരുപാട് സ്വർഗം തുറന്നു അടിച്ച് ത്രോവാസ് വച്ചൊക്കെ ആടികൊണ്ട് ഒരുപാട് വരുമ്പോഴാണ് മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടത്. അല്ലാതെ ചിക്കന്റെ കാലേ കടിച്ചപ്പോ മൂന്നാം സ്വർഗത്തിൽ കയറിയതാണ്. ഞാൻ മട്ടൻ ബിരിയാണി ടറസിന്റെ മണ്ടയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് ദൈവം എനിക്ക് ആരാ എന്തുവാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. ചിലപ്പോ അങ്ങനെ പാട്ട് കൊടുത്തതാണ്. ഞാൻ ആ കാര്യത്തിനൊക്കെ കൂടുതൽ ബഹുമാനിക്കുന്നത് TPM-കാരെ. പാട്ടുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവര് പാടിപ്പിക്കത്തുമില്ല, പാടുകയില്ല. ദൈവം എനിക്ക് തന്ന പാട്ട് അതേ കിടക്കുന്നതെന്ന് പറഞ്ഞ് എന്നാൽ അവർ പറഞ്ഞുകൊണ്ട് നോക്കണ്ട ദൈവം തന്നതാണോ ഇല്ലയോ ഇങ്ങോട്ട് വേണം. ലോക്കൽ നോക്കും, ലോക്കൽ നോക്കി സെൻറ്ററിലോട്ട് കൊടുക്കും, സെൻറ്റർ നോക്കും, അത് കഴിഞ്ഞ് മദ്രാസിലയക്കും. അവരെല്ലാം നോക്കും നമ്മുടെ സഭയ്ക്ക് പറ്റിയത് ആണോ, ഉപദേശം വല്ലതും ഉണ്ടോ, ഇതിപ്പോൾ സഭയ്ക്കും പ്രമാണത്തിനും നിരക്കാത്ത എന്തെങ്കിലും വേട് ഇതിനകത്ത് അത് അവർ അവസാനം കളയാൻ എന്തെങ്കിലുണ്ട് കളഞ്ഞ് ചേർക്കാൻ എന്തെങ്കിലുണ്ട് അതൊരു മെയിൻ ആൾക്കാർ ചേർത്തിട്ട് എഴുതിയ പുള്ളിയെ കൊണ്ട് പാടിപ്പിക്കത്തില്ല. എഴുതിയ ചോടപ്പോയി മിണ്ടാതിരുന്നോണം. വേറെ ആൾക്കാരോ നമ്മുടെ സഭയിലാണല്ലോ. ഇന്നലെ രാത്രി ദൈവം എനിക്ക് തന്ന പാട്ടാണ്. അമ്മ പാടിയാട്ട് യേശു ഇങ്ങോട്ട് വന്നു, ഞാനിങ്ങോട്ട് ചെന്നു. നമ്മുടെ യേശു അങ്ങോട്ട് ചെന്ന് ഞാൻ ഇങ്ങോട്ട്. മനസ്സിലായോ? അങ്ങനെ അവിടെ കേൾക്കുകയെന്നായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം കേൾക്കുമ്പോഴറിയാം പാട്ട്. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. ദിവ്യദർശനം കൊടുത്തതാണ് ഈ ശോധനയും കൂടെ പോയപ്പോഴാണ്. ശോധനകളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വരുന്നത് ദൈവമേ നിന്നെ തകർക്കാനല്ല, ദൈവമഹത്വം വെളിപ്പെടാൻ. നമുക്ക് പ്രിയ ഐസക്കിനെ ദൈവം ഒരു തലമുറയെ കൊടുത്തല്ലോ. അതിന്റെ നന്ദി സൂചകമാണ്. അതുകൊണ്ട് ഒരു വാക്യം അതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ വായിക്കാൻ അങ്ങനെയാണല്ലോ അതിന്റെ അവസാനിപ്പിക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വം. ഈ കർത്താവിന്റെ കൈയുടെ പ്രത്യേകത കുറുകി പോകാത്ത കരമാണ്. യാക്കോബിനെ തൊട്ട കരം കുറുകിയിട്ടില്ല. യഗസ്കേലിന്റെ മേൽ വന്ന കരം കുറുകി പോയിട്ടില്ല. മൂന്ന് പോയിന്റ് വന്ന് നിർത്താം. ബാക്കി ഒരു 5 എണ്ണം പറയുന്നില്ല. വായിച്ചേ. കർത്താവിന്റെ കൈയുടെ പ്രത്യേകത ദൈവത്തിന്റെ മഹത്വം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരം. ദൈവത്തിന് മഹത്വം. അവിടെ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ചില ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് അവന്റെ അടുക്കൽ ശിശുക്കളെ കൊണ്ടുവന്നു. ശിഷ്യന്മാരെ വിലക്കി യേശുവോ ആ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ. അടുത്തത് അവരെ തടയരുത്, തടുക്കരുത്. അടുത്തത് അടുത്ത വാക്യം. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് മതി. വേറൊരു ഭാഗത്ത് മർക്കോസും ലൂക്കോസും പഠിച്ചിരിക്കുന്ന കൈവച്ച് അനുഗ്രഹിച്ചത്. അവിടുത്തെ കൈയുടെ പ്രത്യേകത നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഐസക്കിനും അത് പ്രിയപ്പെട്ടവർക്ക് ദൈവം അവകാശമായി എടുത്ത കുഞ്ഞിന്റെ മേൽ ഇന്ന് രാത്രി അവിടുത്തെ കരം വെക്കട്ടെ.